ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇപ്പോൾ ഡിസൈൻ ഓഫ് ഫൂട്ടിംഗ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡിനെ നമ്മുടെ സോയിലിലേക്കൊക്കെ ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സബ് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ സബ് സ്ട്രക്ചറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷനെ പറ്റിയിട്ടൊക്കെ GT2-ലൊക്കെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷനെങ്കിൽ ഇതാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഇതാണ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇങ്ങനെയുള്ള സബ്സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷാലോ ഫൗണ്ടേഷനും അതുപോലെ ഡീപ്പ് ഫൗണ്ടേഷനും. ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ലെസ് ദാൻ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഷാലോ ഫൗണ്ടേഷൻ. അതായത് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്, ഈ ഡി എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ലെസ് ദാൻ വിഡ്ത്ത് ആണെങ്കിൽ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയും. ഇഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഷാലോ ഫൗണ്ടേഷനുണ്ട്, ഡീപ്പ് ഫൗണ്ടേഷനുണ്ട്. ഇനി ഷാലോ ഫൗണ്ടേഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻസിൽ വരുന്ന ഒന്നാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അത് നമുക്കൊരു കോളം മാത്രമാണെങ്കിൽ ഒരു കോളമാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ കോളത്തിലുള്ള ലോഡാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ഉണ്ടാവാം, സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഇതാ കോളമാണ്, അതിന് താഴെയുള്ള ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്ലോപ്പ്ഡ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ്ഡ് ആയിട്ട് കൊടുക്കാം. ഇതെല്ലാം എന്താണ്? ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് അതായത് രണ്ട് കോളമൊക്കെ വരുന്ന കേസിൽ നമ്മൾ അതിനെ ഒരുമിച്ച് നമുക്കൊരു ഒറ്റ ഫൂട്ടിംഗ് അത് രണ്ടിൽ കൊടുക്കാം. രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കാണ്ട്, ഐസൊലേറ്റഡ് ആയിട്ട് രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഫൂട്ടിങ്ങിനും കൂടി ഒരുമിച്ചിട്ട് ഒരു ഫൂട്ടിംഗ് കൊടുക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് അപ്പം അതിന് നമ്മൾ വാൾ ഫൂട്ടിംഗ് എന്ന് പറയും. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കോളംസ് അല്ലെങ്കിൽ ഏതെങ്കിലും വാൾ അതിൻ്റെ കണ്ടറിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ഒരു സ്ട്രിപ്പ് പോലെ ഒരു വാളിൻ്റെ അണ്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഈ ഒരു കേസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കോളംസ് ഉണ്ട്. ഈ രണ്ട് കോളത്തിന് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്ത് അതിനുശേഷം ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ഇതിന് തമ്മിൽ കണക്ട് ചെയ്യും. അതായത് ഒരു ബീമാണ്. അപ്പോൾ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കണക്ട് ചെയ്യും. ഒരു സ്ട്രാപ്പ് ബീം എന്നാണെന്ന് പറയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാപ്പ് ഫൂട്ടിംഗ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണെന്ന് വെച്ചാൽ എസെൻട്രിക് കോളത്തിനാണ്. ഒരു സിമെട്രിക്കൽ ആയിട്ട് എസെൻട്രിസിറ്റി വരുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രാപ്പ് ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ്. ഫിഫ്ത്ത് വൺ റാഫ്റ്റ് ഓർ മാറ്റ്. റാഫ്റ്റ് ഓർ മാറ്റ് എന്ന് പറഞ്ഞാൽ ലോ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ്. അപ്പോൾ നമുക്ക് കുറേ കോളംസ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തം കോളംസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഏരിയൻ്റെ 50% കൂടുന്ന കേസിൽ നമുക്കിതിനെല്ലാത്തിനും കൂടി മൊത്തമായിട്ടൊരു മാറ്റ് പോലെ നമുക്കൊരു ഫൗണ്ടേഷൻ കൊടുക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. ലോ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള കേസിലാണ്, സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാകുന്ന കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത്. അത്തരത്തിലുള്ള ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് വെൽ ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ ഒന്ന് പൈൽ ഫൗണ്ടേഷൻ ഉണ്ട്. ഈ വെൽ ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ ഈ ബ്രിഡ്ജിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിലൊക്കെ
നമ്മൾ വെൽ ഫൗണ്ടേഷനാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കേസൺ, ഇതൊക്കെ വെൽ ഫൗണ്ടേഷന് എക്സാമ്പിൾ. അപ്പോൾ ഇത് ജനറൽ ആയിട്ടൊരു ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പം പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈനിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കോഡ് പ്രൊവിഷൻസ് നോക്കാം. അപ്പം IS കോഡ് പ്രൊവിഷൻസ് ഫോർ ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയുന്ന കോഡ് പ്രൊവിഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ക്ലോസ് 34 ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. 34 കുറേ പാർട്ടായിട്ടാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തിനെ പറ്റി പറയാം, തിക്നെസ് അറ്റ് എഡ്ജ് ഓഫ് ഫൂട്ടിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തിക്നെസ് അറ്റ് എഡ്ജ് ഓഫ് ഫൂട്ടിങ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോഡ് ബുക്ക് വെച്ച് നോക്കുക. ക്ലോസ് 34.1.2 പേജ് നമ്പർ 63 ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ഫൂട്ടിങ് എന്ന് വിചാരിക്കുക. ഇതൊരു സാധാരണ ഫൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ലോപ്പ്ഡ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങും ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതൊരു സ്ലോപ്പ്ഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്, ഇതൊരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ തിക്നെസ് അറ്റ് എഡ്ജ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ്. തിക്നെസ് അറ്റ് എഡ്ജ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ തിക്നെസ് അറ്റ് എഡ്ജ് ഓഫ് ഫൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ക്ലോസ് 34.1.2 പറഞ്ഞത്. അത് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഫൂട്ടിങ് ഒരു സോയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം നമ്മൾ 150 mm വേണം അതിൻ്റെ തിക്നെസ് കൊടുക്കാൻ. ഇൻ കേസ് ഈ ഫൂട്ടിങ് റെസ്റ്റിംഗ് ഓൺ പൈലാണെങ്കിൽ നമ്മൾ 300 mm കൊടുക്കണം. അതാണ് ആ ക്ലോസിൽ പറയുന്നത്. മിനിമം 150 mm thickness should be provided if the footing is rest on soil. അപ്പോൾ സോയിലാണ് ആ ഫൂട്ടിങ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിനിമം 150 mm കൊടുക്കണം എന്നാണ് കോഡിൽ പറയുന്നത്. അതുപോലെ തന്നെ മിനിമം 300 mm thickness should be provided for footing resting on pile. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ അത് സോയിലാണെങ്കിൽ മിനിമം 150 കൊടുക്കണം, പൈലിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം 300 mm മിനിമം തിക്നെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ കോളം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെപ്ത് ഓഫ് കോളം ഇപ്പം പറയാം, നമ്മൾ ഇതിൻ്റെ തിക്നെസ്, ഈ എഡ്ജ് തിക്നെസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഡെപ്ത് കണ്ടെത്തുന്നത് മെയിനായിട്ട് 4 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊറോഷൻ റെസിസ്റ്റൻസ്, അതിന് വേണ്ടിയുള്ള ഈ മിനിമം തിക്നെസ് നമ്മളിപ്പം പറഞ്ഞ 150 mm 300 mm ആ ഒരു കേസിലുള്ള കൊറോഷൻ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് 150 mm റെസ്റ്റിംഗ് ഓൺ സോയിലും 300 mm റെസ്റ്റിംഗ് ഓൺ പൈലും വന്നത്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ബെൻഡിങ് മൊമെൻറ്റിനെ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1 way ഷിയർ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ 2 way ഷിയർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയൻ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡെപ്ത് കണ്ടെത്താൻ. എന്നിട്ട് ഇത് എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെപ്ത് ആയിരിക്കണം നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഡെപ്ത് കണ്ടെത്തുക. ഇനി ഏരിയ ഓഫ് ഫൂട്ടിങ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കറിയാം ടോട്ടൽ സർവീസ് ലോഡ് എത്രയാണ് നമുക്കറിയാം, ടോട്ടൽ ലോഡ് എത്രയാണ് നമുക്കറിയാം. ടോട്ടൽ ലോഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഇതിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്. ഒരു സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് എത്രയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ടോട്ടൽ ലോഡ് ഇത്രയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏരിയയും കണ്ടെത്താം. ഈ ഒരു 4 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെപ്ത് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ 34.1.2 അതിൻ്റെ തിക്നെസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് മൊമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള കോഴ്സ് നോക്കാം. മൊമെൻറ്റ്സിനെ പറ്റിയുള്ള കോഴ്സ് എന്ന് പറയുന്നത് 34.2.3.2 അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഒരു 3 കേസ് പറഞ്ഞിട്ടുണ്ട്. ABC നിങ്ങൾ ക്ലോസ് നോക്കി കാണാം. ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ക്ലോസ് ആണ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് കോളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേസാണ് ഫസ്റ്റത്തെ പറഞ്ഞാൽ, ഐസൊലേറ്റഡ് ഫുട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള. അത് തന്നെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം ഉണ്ടാവും, എന്ന് പറഞ്ഞ ക്ലോസ്. അപ്പോൾ ആ ക്ലോസ് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഫൂട്ടിങ് സപ്പോർട്ടിങ് എ കോൺക്രീറ്റ് കോളം, ഒരു കോൺക്രീറ്റ് കോളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ് ആണെങ്കിൽ, ഇതാണ് ഒരു കോൺക്രീറ്റ് കോളത്തിന് അല്ലെങ്കിൽ ഒരു പെഡസ്റ്റലിനെ. അപ്പോൾ പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോളം പോലെ തന്നെ ഒരു കംപ്രഷൻ മെമ്പർ തന്നെയാണ് പെഡസ്റ്റൽ. പക്ഷേ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 3 times ഓഫ് ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷനെക്കാളും കുറവാണെങ്കിൽ നമ്മൾ അതിനെ പെഡസ്റ്റൽ എന്ന് പറയും. ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് പറയും, കോളം എന്ന് പറയും. അപ്പോൾ പെഡസ്റ്റലും കോളത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൂട്ടിങ് ആണെങ്കിൽ, അപ്പോൾ ആ ഒരു കേസിൽ അതിൻ്റെ ഒരു മാക്സിമം ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റ് ഒക്കെ പറയുന്ന ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, അറ്റ് ദി ഫേസ് ഓഫ് കോളം ഓർ പെഡസ്റ്റൽ ഓർ വാൾ എന്നാണ് ആ ക്ലോസ് പറയുന്നത്. അറ്റ് ദി ഫേസ് ഓഫ് കോളം, പെഡസ്റ്റൽ ഓർ വാൾ ഫോർ ഫൂട്ടിങ് സപ്പോർട്ടിങ് കോൺക്രീറ്റ് കോളം. അപ്പോൾ ഈ ഒരു കേസിൽ അതിൻ്റെ ഒരു മൊമെൻറ്റ് ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കോളെങ്കിൽ അതിൻ്റെ ഫേസിലാണ്, ഈ ഒരു ഫേസിൽ തന്നെയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഏതിൽ പറയുന്നത്, മൊമെൻറ്റിനെ പറ്റിയിട്ടുള്ള ക്ലോസ് 34.2.3.2 പറയുന്നത്. അപ്പോൾ അതിൽ ബിയും സിയും ഉണ്ട്. ബിയും സിയും സാധാരണ രീതിയിൽ നമുക്ക് പ്രോബ്ലം യൂസ് ചെയ്യാനൊന്നും ആവശ്യമില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒരു മാസൻട്രി വാളിൻ്റെ കേസിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ എ എന്ന് പറഞ്ഞ കേസിൽ ആ ഒരു ഫൂട്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളത്തിനെയാണ് അല്ലെങ്കിൽ ഒരു പെഡസ്റ്റലിനെയാണ്. ഇൻ കേസ് ഫോർ ഫൂട്ടിങ് അണ്ടർ മാസൻട്രി വാൾ, ഒരു മാസൻട്രി വാളിൻ്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ ഏത് ക്രൈറ്റീരിയ, ബി എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ വേണം യൂസ് ആണ്. ഇൻ കേസ് നമ്മൾ ട്രസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ സമയത്ത് നമ്മൾ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗസറ്റഡ് ബേസും കൂടി നമ്മൾ യൂസ് ചെയ്യും. ആ ഗസറ്റഡ് ബേസ് യൂസ് ചെയ്യുന്ന കേസാണ് സിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കേസ് എന്ന് പറഞ്ഞാൽ എ ആണ്. അക്കോർഡിംഗ് ടു എ എന്ന് പറഞ്ഞ ആ ഒരു ഇത് പ്രകാരം നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെൻറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ഫേസ് ഓഫ് കോളം. ആ കോളത്തിൻ്റെ ഫേസിൽ തന്നെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഓഫ് മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൂട്ടിങ്, ഇത് ഫൂട്ടിങ്. അപ്പോൾ നമ്മുടെ ഫേസ് ഓഫ് കോളത്തിലാണ് എന്തെന്ന് പറഞ്ഞത്, ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെൻറ്റ്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫേസ് ഓഫ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ലോഡ് എക്സേർട്ട് ചെയ്യുന്ന മൊമെൻ്റ് ആയിരിക്കും ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓവർഹാങ്ങിങ്, അതായത് ഒരു കാൻഡിലിവർ ബീം പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, അല്ലേ? ഒരു സൈഡിലേക്കുള്ളൊരു കാൻഡിലിവർ ബീം പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഒരു ഇൻ കേസ് ഓഫ് കാൻഡിലിവർ മാക്സിമം ബെൻഡി മൊമെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ലോഡിൻ്റെ ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള മൊമെൻറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് കാൻഡിലിവർ ആവുന്ന സമയത്ത് മാക്സിമം ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത് എവിടെയാണ്, ഈ സപ്പോർട്ടിലായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് മൊമെൻറ്റിനെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് ഷിയർ ഫോഴ്സ്, ഷിയറിനെ പറ്റിയുള്ള ക്രൈറ്റീരിയയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഷിയർ ഫോഴ്സ്, ആ ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് 34.2.4 അതിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഈ ഷിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കേസ് കൺസിഡർ ചെയ്യണം. ഒന്ന് 1 വേ ഷിയറും കൺസിഡർ ചെയ്യണം, ഒന്ന് 2 വേ ഷിയർ ആക്ഷനും കൺസിഡർ ചെയ്യണം. ഈ രണ്ടും കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ മോസ്റ്റ് ക്രിട്ടിക്കൽ, മോസ്റ്റ് സിവിയർ, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഡിസൈൻ ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ എന്താണ് ഈ 2 രീതിയിലും എ എന്ന് പറഞ്ഞിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്, ബി എന്ന് പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് 1 വേ ഷിയറിനെ പറ്റിയിട്ടാണ്, ബി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് 2 വേ ഷിയറിലാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് ഇതിൽ ഏതാണോ മോസ്റ്റ് സിവിയർ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എയിൽ പറയുന്നത് 1 വേ ഷിയറിനെ പറ്റിയിട്ടാണ്, 1 വേ ഷിയറിനെ പറ്റിയിട്ടാണ് എയിൽ പറയുന്നത്. അപ്പോൾ ഈ 1 വേ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മളൊരു വൈഡ് ബീമാണെങ്കിൽ, ഒരു നല്ല വൈഡ് ആയിട്ടുള്ളൊരു ബീമിൻ്റെ കേസിലൊക്കെ 1 വേ ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫൂട്ടിങ്, ഇതാണ് അതിൻ്റെ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രിയിലായിരിക്കും ഇതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് വരുന്ന ലോഡിനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു 45 ഡിഗ്രി ആംഗിളിലായിരിക്കും ഇതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസും എന്തായിരിക്കും,
ഡി തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സമയത്ത് ഇത് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് വൺ വേ ഷിയർ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഫ്രം ദി ഫേസ് ഓഫ് കോളം അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് കോളത്തിന്, ഇതല്ലേ ഫേസ് ഓഫ് കോളം, ഈ ഫേസ് ഓഫ് കോളത്തിന് ക്രിട്ടിക്കൽ ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണോ ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ അതേ ഡിസ്റ്റൻസിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ in case of one way shear critical section is located d distance away from face of column, d distance away from face of column. അതാണ് 1A എന്ന് പറഞ്ഞ സെക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഡി ഡിസ്റ്റൻസ്, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ് ഡി എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസിന് തുല്യമായ ഡിസ്റ്റൻസിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ നിൽക്കുന്നത്. എവിടുന്ന്? ഫ്രം ദി ഫേസ് ഓഫ് കോളം. അതാണ് വൺ വേ ഷിയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ടു വേ ആക്ഷൻ ആണ്. ബിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ടു വേ ആക്ഷൻ എന്ന് പറയുന്നത് വേറൊരു പേരാണ് പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ. ഇതെങ്ങനെയാണ് നോക്കാം. ഈ ഒരു കേസിൽ ഞാനൊരു പ്ലാൻ വ്യൂ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു കോളം ഉണ്ട്. കോളത്തിൻ്റെ ഡയമെൻഷൻ എ, ഒരു സ്ക്വയർ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇൻ ദിസ് കേസ് ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് d/2 അവേ ഫ്രം ദി ഫേസ് ഓഫ് കോളം. അപ്പോൾ ഇതാണ് കോളം എങ്കിൽ, ഇതാണ് കോളത്തിൻ്റെ ഫേസ് എങ്കിൽ നമുക്ക് ഒരു എലിവേഷൻ പോലെ വരയ്ക്കുകയെന്നാണെങ്കിൽ, ഒരു എലിവേഷൻ വ്യൂവിൽ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കോളം, കോളത്തിൻ്റെ താഴെ നമ്മൾ ഫൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇൻ ദിസ് കേസ് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ടു വേ ഷിയർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം ദി ഫേസ് ഓഫ് കോളം. ഇതാണ് ഫേസ് ഓഫ് കോളെങ്കിൽ ഈ ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസിലാണ് ആര് നിൽക്കുന്നത്, ക്രിട്ടിക്കൽ സെക്ഷൻ നിൽക്കുന്നത് ഇൻ കേസ് ഓഫ് ടു വേ ഷിയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫേസ് ഓഫ് കോളെങ്കിൽ ഈ ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് എവേ ആണ് ആര് നിൽക്കുന്നത്, ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ നിൽക്കുന്നത്. അത് ഈ ഒരു സൈഡിൽ മാത്രമല്ല 4 സൈഡിലും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെയും ഒരു d/2 ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും എന്തുണ്ട്, ഒരു d/2 ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു d/2 ഡിസ്റ്റൻസ് വിട്ടിട്ടൊരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പഞ്ചിങ് ഷിയർ എന്ന് പറയാൻ കാരണം ഈ ഒരു കളർ, ഈ ഒരു നീല ബോക്സുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ എന്താ ചെയ്യുന്ന പറയുക, ഫൗണ്ടേഷൻ എന്തെങ്കിലും സിങ്ക് ചെയ്യും ഈ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ പോർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ആ ബ്ലൂ കളറിലെ പോർഷൻ അതിനുള്ളിലേക്കൊന്ന് സിങ്ക് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്, പഞ്ച് ചെയ്ത് പോവുക, കുഴിഞ്ഞു പോവുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുക, പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അതായത് ഈ എയും അതിൻ്റെ കൂടെ 2 സൈഡിലും ഒരു d/2 കൂടി ചേർന്ന ഒരു എന്താ പറയുക, ഒരു പെരിമീറ്ററിൽ ഈ സാധനം എന്ത് ചെയ്യും, ഫൂട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് സിങ്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതിനോടാണ് നമ്മളിതിനെ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിങ്ക് ചെയ്ത് പോകുന്ന ആ ഒരു ഏരിയ എത്രയായിരിക്കും, ഇത് എ ആണെങ്കിൽ ഇത് എ ആണ്, പിന്നെ ബാക്കി 2 സൈഡിലും എന്തുണ്ട്, d/2 ഉണ്ട്. അപ്പോൾ d/2 പ്ലസ് എ പ്ലസ് d/2, അതായത് എ പ്ലസ് ഡി എന്നൊരു ലെങ്ത്തിൽ മൊത്തം 4 സൈഡിലും a പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 4 × a പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു പെരിമീറ്റർ ഇത് സിങ്ക് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് സിങ്ക് ചെയ്ത് പോകുന്നത് 4 × a പ്ലസ് ഡി എന്നൊരു ഇതിലാണത് സിങ്ക് ചെയ്ത് പോകുന്നത്. സിങ്ക് ചെയ്ത് പോകുന്ന സമയത്ത് അത് എത്ര എന്താ പറയുക, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പെരിമീറ്ററും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സർഫസ് ഏരിയയാണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ഡെപ്ത്. ഇപ്പോൾ ഇത് d/2 ആണെങ്കിൽ ഈ d/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ചുറ്റും ഈ ഒരു കോളത്തിന് ചുറ്റും അതെന്ത് ചെയ്യും, സിങ്ക് ചെയ്യും. ഇങ്ങനെ സിങ്ക് ചെയ്യും. ഈ സിങ്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 4 സൈഡ് a പ്ലസ് ഡിയും പിന്നെ ഈ ഒരു ഡെപ്തും ആ ഒരു ഡിസ്റ്റൻസിൽ ആ ഒരു സർഫസ് ഏരിയയിലൂടെയാണ് അത് താഴോട്ട് സിങ്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ 4 + a + d × d എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ ആ സിങ്ക് ചെയ്ത് പോകുന്ന ആ സർഫസ് ഏരിയ.
അപ്പോൾ ടോട്ടൽ ഏരിയ കിട്ടി. ഏരിയ ഇൻറ്റു ടോപ്പ് പി. ടോപ്പ് പി എന്ന് ഉദ്ദേശിക്കുന്നത്, ടോപ്പ് പി എന്ന് പറഞ്ഞാൽ പഞ്ചിങ് ഷിയർ ആണ്, അലൗഡ് പഞ്ചിങ് ഷിയർ ആണ് ടോപ്പ് പി എന്ന് പറയുന്നത്. അലൗഡ് പഞ്ചിങ് ഷിയർ ആണ് ടോപ്പ് പി. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോഴ്സ് കിട്ടുമല്ലോ. ഇതാണ് ഷിയർ ഫോഴ്സ് ഇൻ കേസ് ഓഫ് ടു വേ ആക്ഷൻ. ഇപ്പോൾ ടു വേ ആക്ഷനിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു സർഫസ് ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ പെരിമീറ്റർ 4 × A + D × D. അപ്പോൾ നമുക്ക് ആ സർഫസ് ഏരിയ കിട്ടും. പിന്നെ അലൗഡ് പഞ്ചിങ് ഷിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് വൺ വേ ഷിയറിൻ്റെ കേസിൽ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മൾ പ്ലാൻ വ്യൂവിൽ വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. ഇതിൻ്റെ സെൻട്രലായിട്ട് ആരുണ്ട്? കോളുണ്ട്. കോളത്തിൽ നിന്ന് D ഡിസ്റ്റൻസ് എവേ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. D ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അതിന് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞ്. ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എങ്കിൽ, ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ലൊക്കേറ്റഡ് D ഡിസ്റ്റൻസ് എവേ ഫ്രം ഫേസ് ഓഫ് കോളം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിലുള്ള ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഷിയർ ഫോഴ്സ് ആണ് ഇൻ കേസ് ഓഫ് വൺ വേ ഷിയറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലുള്ള ഇതാണ് നമ്മൾ വൺ വേ ഷിയറിൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ടു വേ ഷിയർ ആവുന്ന സമയത്ത് ആ ഒരു സർഫസ് ഏരിയ, പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആ സർഫസ് ഏരിയയിലുള്ള ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷിയർ വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഷിയർ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ വൺ വേ ഷിയറും കൺസിഡർ ചെയ്യണം, ടു വേ ഷിയറും കൺസിഡർ ചെയ്യണം. ഇതിലേതാണോ മോസ്റ്റ് സിവിയർ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഡെപ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ട് നമ്മൾ, അതായത് 34.2.3.2 ബെൻഡിങ് മൊമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അറ്റ് ദി ഫേസ് ഓഫ് കോളം തന്നെയാണ്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മൾ ഡെപ്ത് കണ്ടെത്തണം. പിന്നെ മിനിമം എത്ര കൊടുക്കണം എന്നുള്ളത്, മിനിമം 150 ഇൻ കേസ് ഓഫ് ഫുട്ടിങ് റെസ്റ്റിംഗ് ഓൺ സോയിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 4 ഡെപ്ത് നമുക്ക് കിട്ടും. ഇതിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ ഡിസൈൻ ഡെപ്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് നെക്സ്റ്റ് നമുക്ക് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ക്ലോസ് നോക്കാം. ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ക്ലോസ് 34.3.1 അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ ഈ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ക്രിട്ടിക്കൽ സെക്ഷൻ മൊമെൻ്റ് ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മളിപ്പോൾ കണ്ടെത്തിയല്ലോ. ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് അറ്റ് എനി സെക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് എ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദി ബെൻഡിങ് മൊമെൻറ്റ് ഓൺ ദി ക്രിട്ടിക്കൽ സെക്ഷൻ. അതാണ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സ്. നിങ്ങൾ ക്ലോസ് നോക്കുക. അത് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ നമുക്കൊരു മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന അത്രയും റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ആ രീതിയിൽ വേണം നമ്മൾ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം വൺ വേ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സ്ലാബിൽ പറഞ്ഞിട്ടില്ലേ, വൺ വേ സ്ലാബ്, ടു വേ സ്ലാബ്. അതെങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു ലാർജർ ഡയമെൻഷൻ ഉണ്ട്. ലാർജർ ഡയമെൻഷൻ ഞാൻ എല്ലും സ്മോളർ ഡയമെൻഷനെ ഞാൻ ബി എന്നും കാണിക്കാം. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2, അത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയാം? വൺ വേ സ്ലാബ് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം വൺ വേ ആക്ഷൻ ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഫുൾ വിഡ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ റെയിൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദി ഫുൾ വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് എൽ, ഇത് ബി. ഇവിടെ നോക്കാം, എല്ലും ബിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് എൽ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഏകദേശം ഫിഗറിൽ തന്നെ മനസ്സിലാവും എൽ ഗ്രേറ്റർ ദാൻ 2 എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദി ഫുൾ വിഡ്ത്ത്. ഈ ഫുൾ വിഡ്ത്തും നമ്മൾ എന്ത് ചെയ്യണം? റെയിൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫുൾ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഡ്ത്തിലും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? റെയിൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? യൂണിഫോംലി ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് വൺ വേ ആക്ഷൻ ആവുന്ന സമയത്ത് തന്നെ. ഇനിയിപ്പോൾ ടു വേ റെയിൻഫോഴ്സ് ആണ്. ടു വേ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ L/B ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ L/B അതിൻ്റെ ലെങ്ത്ത്
അതിൻ്റെ വിഡ്ത്തിനേക്കാളും അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാളും കുറവാണ്. അപ്പോൾ അതായത് രണ്ട് സൈഡിലല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ 2 വേ റെയിൻഫോഴ്സ്ഡ് ആവും. അപ്പോൾ ഈ 2 വേ റെയിൻഫോഴ്സ്ഡ് ആവുന്ന കേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ രണ്ടെണ്ണം പറയുന്നുണ്ട്, ബി സി എന്ന് പറയുന്ന 2 കേസ് പറയുന്നുണ്ട്. അപ്പോൾ 2 വേ ആണ് റെയിൻഫോഴ്സ്ഡ്, 2 വേ റെയിൻഫോഴ്സ്ഡ് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ സ്ക്വയർ ഫൂട്ടിംഗ് ആവുന്ന സമയത്ത് എന്താ, എല്ലും ബിയും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലും ബിയും സെയിം ആയിരിക്കും. ഇപ്പോൾ L/B റേഷ്യോ നടത്താൻ എന്തായിരിക്കും 2 കിട്ടുക. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അത് അക്രോസ് അതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഈക്വൽ യൂണിഫോമിലി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ കേസിൽ നമുക്ക് ഡൗട്ട്സ് ഒന്നും. ഇനി സി എന്ന് പറഞ്ഞ കേസ് നോക്കാം. 2 വേ റെക്റ്റാങ്കുലർ, 2 വേ ആണ്, റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ 2 വേ റെക്റ്റാങ്കുലർ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ്. ഈ ഒരു കേസിൽ L/B ചെയ്ത് നോക്കിയാൽ ലെസ് ദാൻ 2 ആണ്. ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആവുമല്ലോ. ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റെയിൻഫോഴ്സ്മെൻറ്റ് എല്ലാം ലോങ്ങർ ഡയറക്ഷൻ നമ്മൾ കണ്ടെത്തണം, റെയിൻഫോഴ്സ്മെൻറ്റ് എല്ലാം ഷോർട്ടർ ഡയറക്ഷൻ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് കണ്ടെത്തണം. ഇനി എല്ലാം ലോങ്ങർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അക്രോസ് വിഡ്ത്ത് യൂണിഫോമിലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ലോങ്ങർ ഡയറക്ഷനിലുള്ളത് അക്രോസ് വിഡ്ത്ത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് കോഡ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോർട്ടർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തുമല്ലോ. ഈ ഷോർട്ടർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ബാൻഡ് കൺസിഡർ ചെയ്യുക. സെൻറ്ററിൽ ആ ഒരു ബാൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ടർ ഡയറക്ഷനിലെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ ഈ സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് ലെങ്ത്ത് എല്ലും ഇത് ബിയും ആണെങ്കിൽ ഈ ഒരു ബിക്ക് ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഒരു ബാൻഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻട്രൽ ബാൻഡ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യും. സെൻട്രൽ ബാൻഡ് ഓഫ് വിഡ്ത്ത് ഈക്വൽ ടു, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ബി. അപ്പോൾ ഈ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ബാൻഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പാർട്ട് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, എത്ര റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം അത് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് divided by total reinforcement in shorter direction equal to 2 by beta plus 1. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് സൈഡ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സൈഡ്. അതായത് ലോങ് സൈഡ് എല്ലും ഷോർട്ട് സൈഡ് ബി ആണെങ്കിൽ ഈ L/B എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ടാവുമല്ലോ, ആ റേഷ്യോ ആണ് ബീറ്റ എന്നാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇപ്പോൾ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഷോർട്ട് ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് കിട്ടും. അപ്പോൾ ആ കണ്ടെത്തിയിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലി നമ്മൾ ഈ സെൻട്രൽ ബാൻഡിൽ എത്രയാണ് ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് കറസ്പോണ്ടിങ് ആണ് നമ്പർ ഓഫ് ബാൻഡ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് ഈ ഒരു സെൻട്രൽ ബാൻഡിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഷോർട്ടർ ഡയറക്ഷനുള്ള ഒരു പാർട്ട് മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടു. ബാക്കിയുള്ള റിമൈനിങ് പാർട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബാക്കി 2 സൈഡ് ഉണ്ടല്ലോ, ഇനി ബാക്കിയുള്ള പോർഷനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇതിൻ്റെ എൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസിങ്ങിനായിരിക്കും ഉണ്ടാകും. അതായത് സെൻറ്ററിൽ വളരെയധികം കോൺസെൻട്രേഷനിൽ നമ്മൾ എന്ത് കൊടുക്കും, AST കൊടുക്കും. സൈഡിലേക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് റിമൈനിങ് നമ്മൾ ബാക്കി 2 സൈഡിലോട്ട് കൊടുക്കും. ഇത് ആ സെയിം ക്ലോസിൽ സി എന്ന ഭാഗത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോസുകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലോസൊക്കെ നമ്മളെ കോഡിലുണ്ട്. അപ്പോൾ കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഇത് കോഡിൽ എവിടെ ഉണ്ടാവണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കണം. ഇനി 5ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് ക്ലോസ് 34.5 ആണ്. അതായത് മിനിമം എത്ര റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്താമല്ലോ. ഇത് മിനിമം ഉള്ളതിനെക്കാട്ടും കൂടുതലായിരിക്കും നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ മിനിമം എത്ര റെയിൻഫോഴ്സ്മെൻറ്റ് അതിൽ വേണം എന്നതാണ് ഈ ക്ലോസ് 34.5 പറയുന്നത്. അപ്പോൾ 34.5 എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്ലാബിൽ എങ്ങനെയാണോ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് സെലക്ട് ചെയ്തത് ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഏതിലും സെലക്ട് ചെയ്യുന്നത്, ഫൂട്ടിങ്ങിലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലാബിന് അതിനെപ്പറ്റി പറഞ്ഞത്, സ്ലാബിൻ്റെ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്ന ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് 26.3.3 പറഞ്ഞിട്ടുണ്ട്. മിനിമം AST ഫോർ സ്ലാബ്.
അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇവിടെയും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിനിമം AST എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ 0.15%. ഇത് നമ്മൾ യൂസ് ചെയ്യുക മൈൽഡ് സ്റ്റീലാവുന്ന സമയത്താണ്. മൈൽഡ് സ്റ്റീലിൻ്റെ കേസിലാണ്. ഇൻ കേസ് ഓഫ് HYSD എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളതാണ്. അപ്പോൾ ഇത്ര 0.15 വേണ്ട, 0.12 മതി. 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻ കേസ് ഓഫ് HYSD സ്റ്റീൽ, HYSD അല്ലെങ്കിൽ Fe415. ഈ ഒരു കേസിന് നമുക്ക് 0.12 മതി. അതാണ് നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മിനിമം AST എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് സ്പേസിങ്ങിനെ പറ്റിയിട്ടും സെയിം കോഡിൽ പറയുന്നുണ്ട്. സ്പേസിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് 3 times ഇഫക്റ്റീവ് ഡെപ്ത്. ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ 3 ടൈംസിലുള്ള സ്പേസിങ് കൊടുക്കണം, ഇഫക്റ്റീവ് ഡെപ്ത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 300 mm. പിന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ സ്ലാബൊക്കെ ചെയ്യുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം AST ഓഫ് ബാർ, ഒരു ബാറിൻ്റെ AST ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടോട്ടൽ AST പ്രൊവൈഡഡ്. ടോട്ടൽ എത്രയാണോ AST പ്രൊവൈഡഡ്. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടും? ഇൻ കേസ് ഓഫ് സ്ലാബിൽ ഒരു 1 meter ലെങ്ത് സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിൻ്റെ സ്പേസിംഗ് നമ്മൾ കണ്ടെത്തുന്നത്? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലേ? ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ട്. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? അതായത് 1 meter ആണ് നമ്മൾ സ്ലാബെങ്കിൽ ആ 1 meterനെ നമ്മൾ mm മാറ്റി. അപ്പോൾ എത്ര നമുക്ക് നമ്പർ ഓഫ് ബാർസ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്പേസിങ് കണ്ടെത്താമല്ലോ. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബാർസ്. നമ്പർ ഓഫ് ബാർസ് എങ്ങനെ കണ്ടെത്തുക? AST പ്രൊവൈഡഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 bar, AST ഓഫ് 1 bar. അപ്പോൾ AST ടോട്ടൽ ഇത്രയാണ് AST പ്രൊവൈഡ് ചെയ്യുന്നത്. AST ഓഫ് 1 bar ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് കിട്ടും. അപ്പോൾ 1 meter നമ്മൾ കൺസിഡർ എങ്കിൽ 1000 mm മാറ്റിയിട്ട് 1000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബാർസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പേസിങ് കിട്ടും. ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. 1000 ഇൻറ്റു AST ബാർ ഡിവൈഡ് ബൈ AST പ്രൊവൈഡഡ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലാബ് ആവുന്ന കേസിലാണ് നമ്മൾ അധികം 1 meter എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫൂട്ടിംഗ് ആണെങ്കിൽ നമുക്കാണ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? B ആണ് നമ്മുടെ വിഡ്ത്ത്. അപ്പോൾ ആ B വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ B ഇൻറ്റു AST ഓഫ് ബാർ ഡിവൈഡഡ് ബൈ AST ടോട്ടൽ AST പ്രൊവൈഡഡ്. ഇത് ചെയ്താൽ ഈ 1000ന് പകരം നമ്മൾ B തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 കേസും നമ്മൾ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ 3 times എഫക്റ്റീവ് ഡെപ്ത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 mm. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ B ഇൻറ്റു AST ബാർ ബൈ AST പ്രൊവൈഡ്. ഈ 3 കണ്ടെത്തി ഇതിൽ ഏതാണോ സ്മോളർ, ഈ 3 ഏതാണോ സ്മോളർ അതാണ് നമ്മളെ സ്പേസിംഗ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദ സ്മോളർ ഓഫ് ലീസ്റ്റ് ഓഫ് ദീസ് 3. ലീസ്റ്റ് ഓഫ് ദീസ് 3. ഈ 3 ലീസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് സ്പേസിങ്ങിനെ പറ്റി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഡയമീറ്റർ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഉണ്ടാവുമല്ലോ, ആ ബാർസിൻ്റെ മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയ ഓഫ് ബാർ ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 1/8 ഓഫ് തിക്നെസ് ഓഫ് സ്ലാബ്. നമ്മൾ സ്ലാബ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലാബിൻ്റെ ഡിസൈനിൽ സ്ലാബിൻ്റെ തിക്നെസ് എത്രയാണോ അതിൻ്റെ 1/8 കൂടരുത് ഒരിക്കലും ഡയ ഓഫ് ബാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ലാബിൻ്റെ തിക്നെസ് ഒരു 71 ആണെങ്കിൽ, സ്ലാബിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഒരു 70 ആണെങ്കിൽ, അപ്പോൾ 70/80. അപ്പോൾ ആ ഒരു 70/80 എന്ന് പറഞ്ഞ വാല്യൂവിൽ കൂടുതലാവരുത് നമ്മളെ ഡയമീറ്റർ ഓഫ് ബാർ. അപ്പോൾ നമുക്കൊരു കുറച്ച് 72 എടുക്കാം. നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യല്ലോ. 72/8 എന്ന് പറഞ്ഞാൽ 9 mm എന്ന് കിട്ടും. അപ്പോൾ 9 mm കൂടുതലാവരുത് നമ്മൾ ഡയമീറ്റർ ഓഫ് ബാർ. ആ കേസിൽ നമുക്ക് ഡയമീറ്റർ അപ്പോൾ എത്ര ചൂസ് ചെയ്യാം? 8 mm ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മാക്സിമം ഡയമീറ്റർ ഓഫ് ബാർസ് കണ്ടെത്തുന്നത്. അപ്പോൾ അത് സ്ലാബിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഫൂട്ടിങ്ങിന് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫൂട്ടിങ്ങിന് നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് പറയുന്ന കേസിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 34.5.2 ഇഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിങ് ഈസ് ഗ്രേറ്റർ ദാൻ 1 meter. നമ്മൾ ഈ D കണ്ടെത്തിയല്ലോ, ഈ D 1 meterനെക്കാട്ടും കൂടുതലാവുന്ന കേസിൽ നമ്മൾ പെർ മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 mm² റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. നോമിനൽ reinforcement shall be
360 mm² per meter ലെങ്ത്. ഒരു മീറ്റർ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 360 mm² ഏരിയ കൊടുക്കണം. എപ്പം നമ്മുടെ ഡെപ്ത് ഓഫ് ഫൂട്ടിങ് ഗ്രേറ്റർ ദാൻ 1 മീറ്റർ ആണ് സമയത്ത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഡെപ്ത് ഓഫ് ഫൂട്ടിങ് 1 മീറ്ററിൽ കുറവായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് അധികം വരില്ല. അപ്പം ഗ്രേറ്റർ ദാൻ 1 മീറ്റർ ആണെങ്കിൽ പെർ മീറ്റർ ലെങ്ത്തിൽ 360 mm² മിനിമം വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. മിനിമം അത്ര വേണം. അതിൽ കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നോമിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 0.12% അതുപോലെ തന്നെ 0.15% എന്നുള്ളത് അതിനേക്കാളും കൂടുതലും ആയിരിക്കണം. ഈ 360 mm എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഇൻ കേസ് ഇതാണ് വലുതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇതായിട്ടൊരു കോംപ്രമൈസ് ഇല്ല. ഈ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇൻ കേസ് ഈ 0.12% ആണ് നമ്മുടെ നോമിനൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് വലുതെങ്കിൽ അത് കൊടുക്കണം. ഇൻ കേസ് അത് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് 0.12 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ 360നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം, 360 എന്നെങ്കിലും മിനിമം കൊടുക്കണം. അത് ഡി ഗ്രേറ്റർ ദാൻ 1 മീറ്റർ ആവുന്ന സമയത്ത് മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അധികം ആ ഒരു സംഭവം വരില്ല. പിന്നെ ആറാമത്തതെന്ന് പറഞ്ഞാൽ കവർ ടു റെയിൻഫോഴ്സ്മെൻറ്റ്. നമുക്കറിയാം മിനിമം കവർ എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. നമ്മൾ ബീമിനും സ്ലാബിനൊക്കെ കവർ എത്രയെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, മിനിമം എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ ക്ലോസ് 26.4.2.2 അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോളത്തിനാണെങ്കിൽ മിനിമം 40 വേണം, സ്ലാബിനാണെങ്കിൽ മിനിമം 20 വേണം. ആ രീതിയിൽ നമ്മുടെ ഫൂട്ടിങ്ങിനാണെങ്കിൽ മിനിമം കവർ എത്ര വേണം. അപ്പോൾ മിനിമം കവർ എന്ന് പറയുന്നത് മിനിമം ക്ലിയർ കവർ ഓഫ് 50 mm, എത്രയാണ് 50 mm ഷാൽ ബി provided to the reinforcement in foundation under soil. ഒരു സോയിലുള്ളൊരു ഫൗണ്ടേഷൻ ആണെങ്കിൽ മിനിമം ക്ലിയർ കവർ എത്ര കൊടുക്കണം, 50 mm കൊടുക്കണം. അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഡ് പ്രൊവിഷൻസ് ഫോർ എ ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് കോളംസ്. അപ്പോൾ ഈ കോഡ് നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ലിയർ ആവുന്നുണ്ടോ നോക്കുക. അത് വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്.